സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സുകളുടെയും മറ്റ് വിവരങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോകാം. ഇന്ന് 2023 ജൂൺ 26 തിങ്കളാഴ്ച. ഈ ആഴ്ച നമുക്ക് 4 ട്രേഡിംഗ് ഡേയ്സ് ആണ് കിട്ടുക. മറ്റന്നാൾ ബുധനാഴ്ച അവധിയാണ്. അതുകൊണ്ട് തന്നെ നാളെ ഒരു ട്രേഡിംഗ് ഡേ കൂടെ കഴിഞ്ഞാൽ പിന്നെ വ്യാഴം വെള്ളിയോ ആയിരിക്കും നമുക്ക് ട്രേഡിംഗ് ഡേയ്സ് ആയിട്ട് കിട്ടുക. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇപ്പോൾ ഡോ ജോൺസ് 18 പോയിന്റ് നെഗറ്റീവിലാണ്, S&P 500 2 പോയിന്റ് ഗ്രീനിലാണ്, നെസ്ഡാക്ക് 138 പോയിന്റ് 1% റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ FTSE 12 പോയിന്റ് റെഡിലാണ്, CAC 12 പോയിന്റ് ഗ്രീനിലാണ്, അതേപോലെ DAX 22 പോയിന്റ് റെഡിലാണ്. അപ്പോൾ എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണം അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് എന്ന രീതിയിൽ നമുക്ക് അനുമാനിക്കാം. എന്തായാലും US മാർക്കറ്റ് വലിയ ഒരു എന്താ പറയുക, നെഗറ്റീവും അല്ല പോസിറ്റീവും അല്ലാത്ത രീതിയിൽ ന്യൂട്രലായിട്ട് സൈഡ് വൈസ് ആയിട്ട് പോകുന്നുണ്ട്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി 18736, അതായത് 32 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ മാർക്കറ്റുകളും റെഡിൽ തന്നെയാണ്. അത് ജക്കാർത്ത കമ്പോസിറ്റ് 24 പോയിന്റ് ഗ്രീനിലാണ്, കോസ്പി 12 പോയിന്റ് ഗ്രീനിലാണ്, ബാക്കിയെല്ലാം നെഗറ്റീവാണ്. അതായത് ഓൾ ഓവർ നോക്കുകയാണെങ്കിൽ വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെയറിഷ് മോഡിലാണ് ഇന്നിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ $68.50 ആയിരുന്നത് ഇന്ന് $69.33 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ഇന്നലെ കഴിഞ്ഞ ട്രേഡിംഗ് ഡേ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന വെള്ളിയാഴ്ചത്തെയാണ്, $1930.14 ഉണ്ടായിരുന്നത് $1930.86 വർദ്ധിച്ചിട്ടുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് USD INR ഇന്നലെ 82 പോയിന്റ്, ഇന്നലെ മീൻസ് വെള്ളിയാഴ്ച 82.03 ഉണ്ടായിരുന്നത് അത് ചെറിയ രീതിയിൽ സ്ലിപ്പായിട്ട് 82.04 മാറിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എനിക്ക് 5 സ്റ്റോക്കുകളാണ് ഈ സ്ക്രീനർ കാണിച്ചു തന്നിട്ടുള്ളത്. 2% കൂടുതൽ ലാഭം നേടിയ 5 സ്റ്റോക്കുകളാണ്. ടാറ്റ കൺസ്യൂമർ, ഹീറോ മോട്ടോ കോർപ്പറേഷൻ, CUB, സിപ്ല, അദാനി എന്റർപ്രൈസ്. ഇത്രയും സ്റ്റോക്കുകൾ 2% കൂടുതൽ പ്രോഫിറ്റ് നേടിയ സ്റ്റോക്കുകളാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 7897 കോടിയുടെ ബൈങ്ങും 8306 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 409 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 5456 കോടിയുടെ ബൈങ്ങും 5206 കോടിയുടെ സെല്ലിംഗ് നടത്തിയത് വഴി 250 കോടിയുടെ നെറ്റ് ബൈങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 159 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഇന്ന് അനുഭവപ്പെട്ടത്. പുട്ട് കോൾ റേഷ്യോ, നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ ഇന്നലെ 0.93 ആയിരുന്നു. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച 0.93 ആയിരുന്നു. അത് 0.94 ആയിട്ട് ഒരു പൊടിക്ക് മുകളിലോട്ട് വന്നിട്ടുണ്ട്. സ്റ്റിൽ അത് ന്യൂട്രൽ എന്ന ഒരു ഇത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി സ്പോട്ട് 18691 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 26 പോയിന്റ് മുകളിലായിട്ട് 18717 ഇപ്പോൾ ഫ്യൂച്ചറിൻ്റെ നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. എക്സ്പയറിക്ക് ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഈ ഡിഫറൻസ് കുറഞ്ഞു വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.89 ആയിരുന്നു. അത് 0.85 ആയി കുറഞ്ഞിട്ടുണ്ട്. ഒരു ബെയറിഷ് മോഡിലേക്കാണ് വരുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും ന്യൂട്രൽ എന്ന ഒരു ലെവലിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പോട്ട് 43676 ട്രേഡിംഗ് നടക്കുമ്പോൾ അവിടെ നിന്ന് 20 പോയിന്റ് മാത്രം മുകളിലായിട്ട് 43696 ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. സെക്ടറൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി CPSE ഇത്രയും സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി എനർജി 105 പോയിന്റ് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇതല്ലാത്ത ഈ 4 അല്ലാത്ത ബാക്കി എല്ലാ സെക്ടറുകളും ഇന്ന് പോസിറ്റീവിലാണ് അവസാനിച്ചിട്ടുള്ളത്. നാളത്തേക്ക് പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ ഒന്നും തന്നെ ഇവിടെ എനിക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത തിങ്കളാഴ്ച വരുന്ന ജൂലൈ 3 തീയതി വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റൽ ഇൻഡസ്ട്രീസ് ഫൈനൽ ഡിവിഡൻഡ് 3 രൂപ പെർ ഷെയർ കൊടുക്കുന്നുണ്ട്. ബാലാജി അമൈൻസ് 10 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ് 1.5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ജ്യോതി ലാബ്സ് 3 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് അടുത്ത തിങ്കളാഴ്ച വരാനുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ്. ജൂൺ 27 ട്യൂസ്ഡേ നാളെ വരാനുള്ള വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈവൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. US ബിൽഡിംഗ് പെർമിറ്റ്സ്, US ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ്, US S&P CS HPI കമ്പോസിറ്റ് 20 NSA, US CB കൺസ്യൂമർ കോൺഫിഡൻസ്, US ന്യൂ ഹോം സെയിൽസ്, US 5-year നോട്ട് ഓപ്ഷൻ, US API വീക്ക്ലി ക്രൂഡ് ഓയിൽ സ്റ്റോക്ക്. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ നടക്കാനുള്ളത്.
പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 18,665 നിന്നും 17 പോയിന്റ് ഗ്യാപ്പ് അപ്പോട് കൂടി 18,682 ഇന്ന് ഓപ്പൺ ആയത്. 18,722 ഡേ ഹൈയും 18,646 ഡേ ലോയും വന്നത് വഴി 75 പോയിന്റിന് മാത്രം ഇൻട്രാഡേ മൂവ്മെന്റ് അഥവാ 0.4% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 18,682 നിന്നും 9 പോയിന്റ് മുകളിലായിട്ട് 18,691 അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 26 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ഇന്നലെ അവസാനിച്ച 62,979 നിന്നും 33 പോയിന്റ് ഗ്യാപ് ഡൗണിൽ 62,946 ഇന്ന് ആരംഭിച്ചത്. 63,136 ഡേ ഹൈയും 62,853 ഡേ ലോയും വന്നത് വഴി 282 പോയിന്റിന് അഥവാ 0.45% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 62,946 നിന്നും 24 പോയിന്റ് മുകളിലായിട്ട് 62,970 അഥവാ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗിൽ നിന്നും 9 പോയിന്റ് താഴെയായിട്ടാണ് സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 1.42% വൊളാറ്റിലിറ്റി വർദ്ധിച്ചുകൊണ്ട് 11.4 ഇന്ത്യ വിക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ അവസാനിച്ച് 43,622 നിന്നും 92 പോയിന്റ് ഗ്യാപ്പ് അപ്പോട് കൂടി 43,714 ഇന്ന് ആരംഭിച്ചത്. 43,773 ഡേ ഹൈയും 43,541 ഡേ ലോയും വന്നത് വഴി 231 പോയിന്റിന് അഥവാ 0.53% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 43,714 നിന്നും 74 പോയിന്റ് താഴെയായിട്ട് 43,641 അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 18 പോയിന്റ് മുകളിലായിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്നലെ അവസാനിച്ച 19,515 നിന്നും 18 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 19,532 ഇന്ന് ഓപ്പൺ ആയത്. 19,554 ഡേ ഹൈയും 19,456 ഡേ ലോയും വന്നത് വഴി 98 പോയിന്റിന് അഥവാ 0.5% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 19,532 നിന്നും 11 പോയിന്റ് താഴെയായിട്ട് 19,521 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 7 പോയിന്റ് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. സെൻസെക്സ് ബാങ്ക് എക്സ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അവസാനിച്ച് 49,292 നിന്നും 41 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ 49,333 ഇന്ന് ആരംഭിച്ചത്. 49,467 ഡേ ഹൈയും 49,205 ഡേ ലോയും വന്നത് വഴി 261 പോയിന്റിന്റെ അഥവാ 0.53% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ആരംഭിച്ച 49,333 നിന്നും 36 പോയിന്റ് താഴെയായിട്ട് 49,296 അഥവാ ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 5 പോയിന്റ് താഴെയായിട്ടാണ് 5 പോയിന്റ് മുകളിലായിട്ടാണ് സെൻസെക്സ് ബാങ്ക് എക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാം നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് S1 മുകളിലായിട്ട് അവിടെ നിന്ന് നേരെ നോട്ട് റേറ്റ് സോണിലോട്ട് പോയി തിരിച്ച് S1 തന്നെ തിരിച്ചു വന്നു. യെസ്റ്റർഡേ ലോ ഒന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് നോട്ട് റേറ്റ് സോണിലോട്ട് തന്നെ പോയി. വളരെ ചെറിയ ഒരു നാരോ റേഞ്ചിൽ ഉള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. വളരെ പരിതാപകരമായി. കാരണം ഒരു ഓപ്ഷൻ ബയറിന് പ്രോഫിറ്റബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1% എങ്കിലും മൂവ്മെൻറ്റ് കിട്ടണം. ഇന്ന് അതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും മറ്റൊരു രീതിയിലല്ല അത് പ്രതികരിച്ചത്. കണ്ടില്ലേ, നോട്ട് റേറ്റ് സോണിൻ്റെ മുകളിൽ ഓപ്പണായി നോട്ട് റേറ്റ് സോൺ കട്ട് ചെയ്ത് താഴോട്ട് പോയി. എന്നാൽ S1 എത്തിയതുമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറി ഒരു റേഞ്ച് ബോണ്ടായിട്ട് വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ ഇങ്ങനെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ്. ഇന്നലത്തെയും ഇന്നത്തെയും നോക്കുകയാണെങ്കിൽ ക്ലിയർലി ഇറ്റ്സ് എ സൈഡ് വൈസ് മാർക്കറ്റ്. അപ്പോൾ ഫിൻ നിഫ്റ്റി ആണെങ്കിലും നോക്കൂ, ഒരു മൂവ്മെൻറ്റ് തരാതെ വളരെ ശോഷിച്ച മൂവ്മെൻ്റ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത്. സെൻസെക്സിലാണ് ഒരല്പം ഒരു വലിയ മൂവ്മെൻറ്റ് കാണാനുള്ളത്. പക്ഷേ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ബാങ്ക് നിഫ്റ്റിയാണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എത്ര മൂവ്മെൻറ്റ് കിട്ടിയാലും അത് അധികം ആൾക്കാർക്കും ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് സത്യം. ഓവറോൾ ട്രെൻഡ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റി അച്ചീവ് ചെയ്യേണ്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് 19,155 ആയിരുന്നു. പക്ഷെ 18,908 പോലും ടച്ച് ചെയ്യാതെ പ്രീവിയസ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയപ്പോൾ തന്നെ റിജക്ഷൻ വന്ന് തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ച കണ്ടത്. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഒരു റിവേഴ്സലിൻ്റെ സൂചനയായിട്ട് കരുതാം. ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് വന്നിട്ടുള്ളത്. ആസ് പെർ ഈ ക്യാൻഡിൽ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലായിട്ട് നാളെ ഒരല്പം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ മുകളിലായിട്ടാണ് വരേണ്ടത്. എൻ്റെ ഒരു വ്യൂ ഇതാണ്. ഈ രീതിയിലൊരു ക്യാൻഡിൽ വരും എന്നുള്ളത്. തീർച്ചയായിട്ടും നാളത്തെ ക്യാൻഡിൽ നാളെ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിൽ കൂടി ഇതാണ് ഒരു 99% സാധ്യതയുള്ള ഒരു ക്യാൻഡിൽ. നാളെ ഈ ലെവലിന് ഏതാണ് 18,744 ക്രോസ് ചെയ്യുന്ന രീതിയിൽ നാളെ ഒരു ക്യാൻഡിൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ആ സൈഡ് വൈസ് എന്ന രീതിയിൽ നിന്ന് മാറിയിട്ടില്ല. മാർക്കറ്റ് സൈഡ് വൈസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ലെവലിൽ ഇത് അതേപോലെ ഇതിൻ്റെ ഒരു ലോ, ഈ ഒരു ലോയും ഹൈയും കട്ട് ചെയ്യാതെ നമുക്കൊന്നും തന്നെ അതിനകത്ത് പറയാനില്ല. ഇപ്പോൾ സത്യത്തിലും മാർക്കറ്റ് ഉള്ളത് മന്ത്ലി നോ ട്രേഡ് സോണിൽ കിടന്ന് ഇങ്ങനെ വലിയാണ്. കാരണം അതിൻ്റെ ഇത് എക്സ്പയറി തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്പയറിക്ക് ഇനി 3 ദിവസമേ ഉള്ളൂ മന്ത്ലി എക്സ്പയറിക്ക്. സോ അതിനനുസരിച്ച് ആ ഒരു അവസാന ദിവസമോ അല്ലെങ്കിൽ അന്നേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ ഒരു മൂവ്മെൻറ്റ് തന്നിട്ട് അവിടെ ഒരു കൃത്യമായ നമ്പറിൽ കൊണ്ട് എക്സ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത്. ഇനി ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി ഇന്നൊരു ഡോജിയാണ് തന്നിരിക്കുന്നത്. സോ നോക്കാം ഇതെങ്ങനെയാണ് നാളെ വരുന്നത്. വളരെ ഒരു പക്ഷേ ഇതൊരു പ്രോമിസിംഗ് ആയ രീതിയിൽ നാളെ കയറി വരാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് നാളെ എങ്ങനെയാണ് വരുന്നത്. ഫിൻ നിഫ്റ്റിയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ദെൻ ഇവിടെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇന്ന് ഇവിടെ ഗ്രീൻ ആണ് കാണുന്നതെങ്കിലും സെൻസെക്സും മോസ്റ്റ് പ്രോബബ്ലി നാളെ തിരിച്ച് കയറി വരണം. നോക്കാം നമുക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു ക്യാൻഡിൽ ഇതേ രീതിയിൽ ഇത് ഫോം ചെയ്യണം. കാരണം ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എടുത്തു കയറി വന്നു, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് എടുത്തു കയറി വരണം. ഈ രീതിയിൽ അത് പോകണം. നോക്കാൻ പോകുമെന്നുള്ളത്. ദെൻ നാളെ ഫിൻ നിഫ്റ്റിയുടെയും മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറിയാണ്. ബുധനാഴ്ച ഈദ് പ്രമാണിച്ച് മാർക്കറ്റ് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ബുധനാഴ്ച എക്സ്പയർ ആവുന്ന മിഡ് ക്യാപ്പ് നാളെ ചൊവ്വാഴ്ചയാണ് എക്സ്പയറി ആവുക. അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഫിൻ നിഫ്റ്റിയുടെയും മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി നാളെ ആയിരിക്കും. നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ എന്നൊന്നും ചോദിക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് നോ ട്രേഡ് സോണിൻ്റെ മുകളിലായിട്ടാണ്. ജസ്റ്റ് ആ ഒരു കറക്റ്റ് പോയിന്റിൽ ഇതാണ് നോ ട്രേഡ് സോൺ വരുന്നത് 19,526 507. ഇനി നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നാളത്തേക്കുള്ള ഒരു ഓപ്പണിങ്, ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് തന്നിട്ട് ഇന്നത്തെ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 19,639 എന്ന ഒരു ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡിങ്ങിലേക്ക് പോവാം. ഇൻ കേസ് ഇനി നാളെ അതല്ല ഒരു ബെയറിഷ് മൂവ്മെന്റ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് 2 ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് ഒന്ന് നോ ട്രേഡ് സോൺ കട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ യെസ്റ്റർഡേ ലോ ഒരു ടാർഗറ്റും അതേപോലെ 19,405 ഒരു മറ്റൊരു ടാർഗറ്റായി കണക്കാക്കിക്കൊണ്ട് നമുക്ക് ഈ ട്രേഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഈ രണ്ടിൽ ഏതാണ് ഫസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു റിവേഴ്സിലാണ് പിന്നെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ റിവേഴ്സിൽ വരികയാണെങ്കിൽ നോ ട്രേഡ് സോൺ വരെയും ടാർഗറ്റ് പ്രതീക്ഷയുണ്ട് നമുക്ക് അടുത്ത ട്രേഡിൽ എൻ്റർ ആവാൻ സാധിക്കും. ഓക്കെ, ഇത്രയാണ് ഫിൻ നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇതിന് കൃത്യമായ ഒരു ഡയറക്ഷനിൽ ഒരു ട്രെൻഡ് ഇതുവരെയും തീരുമാനമായിട്ടില്ല. സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് പറ്റുന്ന രീതിയിൽ കെയർഫുള്ളായിട്ട് ടൈറ്റ് സ്റ്റോപ്പ് ലോസിൽ തന്നെ ട്രേഡുകൾ കൊണ്ടുപോവുക. പെട്ടെന്ന് പ്രോഫിറ്റ്, കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പൊസിഷൻ സൈസ് കുറച്ച് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇനി ഏതാനും ഒരു പക്ഷേ എക്സ്പയറി കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ എക്സ്പയറിക്ക് മുൻപ് എപ്പോഴായാലും ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനുണ്ട്. സൂണർ ലേറ്റർ അത് വരും. എക്സ്പയറിക്ക് മുമ്പ് വരാൻ സാധ്യത അറിയില്ല, എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള വിശേഷങ്ങൾ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.